അത് രാമാപുരം എന്ന ഗ്രാമം. ആ ഗ്രാമത്തിൽ ശാന്തി പിന്നെ കൃഷ്ണവേണി എന്ന മരുമക്കൾ ഉണ്ടായിരുന്നു. അവരുടെ അമ്മായിയമ്മ ശാരദ. കൃഷ്ണവേണിയാണ് വീട്ടിലെ മൂത്ത മരുമകൾ. ശാന്തി രണ്ടാമത്തെ മരുമകൾ. ശാരദയ്ക്ക് 2 ആൺമക്കളാണ്. മൂത്ത മകൻ രവി, ചെറിയ മകൻ ചന്ദ്ര. ശാരദ അവരുടെ മൂത്ത മകൻ രവിയെ നല്ല പോലെ പഠിപ്പിച്ചിരുന്നു. പക്ഷേ ചെറിയ മകൻ ചന്ദ്ര വീട്ടിലിരുന്നു കൊണ്ട് കൃഷിപ്പണികളാണ് പഠിച്ചിരുന്നത്. എല്ലാ വീട്ടിലെ പോലെ ഈ വീട്ടിലും അമ്മായിയമ്മ മരുമക്കളോട് അധികാരം ചെലുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ അധികാരം ചെലുത്തുന്ന അമ്മായിയമ്മ കൊടുത്ത പണി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവരുടെ വായിൽ നിന്ന് അഭിനന്ദനങ്ങൾ വാങ്ങാൻ വേണ്ടി 2 മരുമക്കളും മാറി മാറി പഴി ചുമത്തിക്കൊണ്ടിരിക്കും. ആരോട് എന്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നറിയാതെ വെള്ളത്തിൽ നിന്നെടുത്ത മീനുകളെപ്പോലെ പിടഞ്ഞുകൊണ്ടിരിക്കും ഭർത്താക്കന്മാർ. അങ്ങനെ രാവിലെ സൂര്യൻ ഉദിച്ച് നിലാവ് വരുന്നതുവരെ പോലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് എലിയും പൂച്ചയും പോലെ അവർ 2 പേരും വഴക്കിട്ടുകൊണ്ടേയിരിക്കും. വലിയ മകൻ രവി സിറ്റിയിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷത്തിന് മാത്രമേ വന്നു പോകൂ. അമ്മായിമ്മ മരുമകളുടെ വഴക്കിൽ നിന്ന് അവന് കുറച്ച് സമാധാനം അവിടെ കിട്ടും. പക്ഷേ ഗ്രാമത്തിൽ ജീവിക്കുന്ന ചന്ദ്രയ്ക്കാണെങ്കിൽ വീട്ടിലേക്ക് പോകാൻ തന്നെ പേടിയാണ്. അതുകൊണ്ട് അവൻ വീട്ടിലേക്ക് പോകാതെ അധിക നേരവും വയലിലിരിക്കും. കൃഷ്ണവേണിയുടെ ഭർത്താവ് സിറ്റിയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് അവന്റെ ശമ്പളത്തിലാണ് കുടുംബം നടന്നുകൊണ്ടിരുന്നത്. ശാന്തിയുടെ ഭർത്താവ് കൃഷിപ്പണികൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോ ഏതുവഴി എന്ത് പ്രശ്നം വരുമെന്ന് അവന് അറിയില്ല. അപ്പൊ ശാന്തി എപ്പോഴും കുറച്ച് വിഷമത്തിലായിരിക്കും. അമ്മായിയമ്മ പറയുന്ന എല്ലാ പണികളും ചെയ്യും. അങ്ങനെ നാളുകളും കടന്നുപോയി. ഒരു ദിവസം അമ്മായിയമ്മ പറഞ്ഞു, ഏയ് കൃഷ്ണവേണി, എവിടെയാടി പോയി തുലഞ്ഞത്? ദാഹത്തിൽ തൊണ്ടയൊക്കെ വരണ്ടു പോകുന്നു. വേഗം വെള്ളം കൊണ്ടുവാടി. നിങ്ങളുടെ കണ്ണിന് ഞാനല്ലാതെ വേറെ ആരെയും കാണില്ലേ? ഇപ്പൊ നിങ്ങളുടെ ശല്യം കൂടിയിട്ടുണ്ട്. ഒരു വേലക്കാരിയെ വെക്കാൻ പറഞ്ഞാലും കേൾക്കില്ല. അതിന് നീയില്ലേ, പിന്നെന്തിനൊരു വേലക്കാരി? ഞാൻ എന്തിന് പണിയെടുക്കണം? എന്റെ ഭർത്താവ് പണിക്ക് പോകുന്നുണ്ട്. അദ്ദേഹം കൊടുക്കുന്ന പൈസയിലാണ് ഈ കുടുംബം നടക്കുന്നത്. ഒരാളുടെ സമ്പാദ്യത്തിൽ 4 പേര് കഴിക്കുന്നു. ഹമ്പടി, എന്റെ മകൻ സമ്പാദിക്കുന്ന പൈസ ഞാൻ വാങ്ങുന്നതിന് നിന്റെ പെർമിഷൻ വേണോ? അതിന് നിങ്ങൾക്ക് ചെറിയ മരുമകളെ വിളിച്ചൂടെ? അവളവിടെ വേറെ പണി ചെയ്യുകയാ. അതുകൊണ്ട് അവളെ വിളിക്കാഞ്ഞത്. നീ വെറുതെ ഇരിക്കല്ലേ, അതാ നിന്നെ വിളിച്ചത്. ഞാൻ വെറുതെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ട പോലെ. ഞാൻ വെറുതെ ഇരിക്കല്ല, ഞാൻ പണി ചെയ്യുകയായിരുന്നു. എന്ത് പണി ചെയ്യായിരുന്നു? ഞാൻ കുറച്ചുറങ്ങി റെസ്റ്റ് എടുക്കായിരുന്നു. വീണ്ടും വീണ്ടും എന്നെ വിളിക്കണ്ട. പശുക്കളെ മേച്ചു കഴിഞ്ഞ് ശാന്തി അപ്പോഴാണ് വീട്ടിലേക്ക് വന്നത്. അവർ 2 പേരുടെ വഴക്ക് കണ്ട് അവൾ അവിടെ തന്നെ നിന്നുപോയി. ഹാ, നിങ്ങളുടെ മരുമകൾ വന്നല്ലോ. ഇനി എന്താണെങ്കിലും നിങ്ങളുടെ പുന്നാര മരുമകളോട് ചോദിക്കേ. അമ്മേ, ഭക്ഷണം കഴിക്കാൻ നേരമായി. നിങ്ങൾ വരുന്നോ? ഞാൻ ഭക്ഷണം എടുത്തു തരാം. ആഹാ, രാവിലെ കഴിച്ച ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇത്ര നേരം എന്നോട് വഴക്കിടുമായിരുന്നു. ഇപ്പൊ വീണ്ടും ഭക്ഷണം കൊടുത്താൽ എന്നോട് വീണ്ടും വഴക്കിടാമല്ലോ. അങ്ങനെ എന്റെ ഭർത്താവ് നാളെ പണി കഴിഞ്ഞു വന്നതിന് ശേഷം എന്നെക്കുറിച്ച് അതും ഇതും പറഞ്ഞ് ഞങ്ങൾക്കിടയിൽ വഴക്കുണ്ടാക്കാമല്ലോ. എന്തിനാ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ വഴക്കിടുന്നതിന് അവർക്കെന്താ? വേറെ എന്താ, ടൈം പാസ്. ഭക്ഷണം കഴിച്ച് ഈ വയസ്സിൽ വെറുതെ ഇരിക്കാൻ വയ്യല്ലോ, അതുകൊണ്ടാണ് വഴക്കുണ്ടാക്കുന്നത്. ദൈവത്തിനെ ജപിച്ച് അങ്ങ് പൊക്കൂടെ? ശരി, വിടൂ ചേച്ചി. നിങ്ങളും വന്ന് കഴിക്കൂ. ഞാൻ നിങ്ങൾക്കും ഭക്ഷണമിടാം. നിങ്ങൾ കഴിച്ചിട്ട് വേണം അദ്ദേഹത്തിനും ഭക്ഷണം കൊണ്ടുപോകാൻ. എനിക്ക് ഒന്നും വേണ്ട, അവർക്ക് കൊടുക്ക്. എന്റെ മകന്റെ സമ്പാദ്യം എന്റെ മകന്റെ സമ്പാദ്യം എന്ന് പറയുന്നില്ലേ? എന്റെ ഭർത്താവിനെ എപ്പോ നോക്കിയാലും എന്റെ മകൻ എന്നീ പറയുന്നു നോക്ക്. അങ്ങനെ പറഞ്ഞ് ദേഷ്യത്തിൽ അവൾ റൂമിലേക്ക് പോയി. ശാന്തി അവളുടെ അമ്മായിയമ്മയ്ക്ക് ഭക്ഷണം കൊടുത്ത് ഭർത്താവിന് വേണ്ടി ഭക്ഷണം എടുത്ത് വയലിൽ പോയി. വയലിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ഭർത്താവിനോട് നടന്നതെല്ലാം പറഞ്ഞ് അവന് ഭക്ഷണവും കൊടുത്തുകൊണ്ടിരുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ശാന്തി? അനിയൻ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ ചോറ് തന്നെ കഴിക്കുന്നത്. എനിക്ക് നല്ലൊരു വിളവ് കിട്ടിയിരുന്നെങ്കിൽ ഇതോർത്ത് പേടിക്കണ്ടായിരുന്നു. അതുപോലെ നിനക്കും അവർ പറയുന്നത് കേൾക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു. ദൈവത്തെ പ്രാർത്ഥിക്കാനല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദൈവം എവിടെയാണുള്ളത്? നമ്മൾ എത്ര കഷ്ടപ്പെടുന്നു, അത് അദ്ദേഹത്തിന് കാണുന്നില്ലേ? ഒരുപക്ഷെ അദ്ദേഹം നമ്മളെ നോക്കിയിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം എന്നേ മാറിയേനെ. ശരി, നീ വേഗം വീട്ടിൽ ചെല്ല്. ഇതൊന്നും ഓർത്ത് നീ നിന്റെ മനസ്സ് വിഷമിപ്പിക്കണ്ട. ഭർത്താവ് പറഞ്ഞത് ശരിയെന്ന് പറഞ്ഞ് ശാന്തി അവിടുന്ന് പോയിക്കൊണ്ടിരുന്നു. അപ്പോ വഴിയിൽ ഒരു വയസ്സായാൾ വളരെ ക്ഷീണിച്ച് ഇരുന്നു കൊണ്ടിരുന്നു. ശാന്തി അദ്ദേഹത്തിനടുത്ത് പോയി. ചേട്ടാ, ആരാ നിങ്ങൾ? എന്തിനാണ് നിങ്ങൾ അത്രയും ക്ഷീണിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് എന്തു പറ്റി? ഒന്നുമില്ല മോളെ, ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസമായി. വിശക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാൻ പറഞ്ഞപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ കഥ കടച്ചു. അയ്യോ, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നേ? ശരി, വിഷമിക്കാതെ വീട്ടിലേക്ക് വരൂ, ഞാൻ ഭക്ഷണം തരാം. അങ്ങനെ പറഞ്ഞ ശാന്തി ആ വയസ്സായ ആളെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ പോയി. അവൾ അവളുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു മൺപാത്രത്തിൽ അദ്ദേഹത്തിന് വയറ് നിറയെ ഭക്ഷണം കൊടുത്തു.
അദ്ദേഹം അവൾ കൊടുത്ത് ഭക്ഷണം കഴിച്ച് പുറപ്പെടുമ്പോൾ ഇങ്ങനെ പറഞ്ഞു. മോളെ, ഈ 2 മൺകലവും നീ സന്തോഷപൂർവ്വം നിന്റെ കയ്യിൽ വച്ചേക്ക്. സമയമാകുമ്പോൾ ഇതെന്താണെന്ന് നിനക്ക് മനസ്സിലാകും. അങ്ങനെ പറഞ്ഞ് ആ വൃദ്ധൻ അവിടുന്ന് പോയി. ശാന്തി ചെയ്യുന്ന എല്ലാ പണികളും ദൂരെ നിന്ന് കൃഷ്ണവേണിയും ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവൾ നേരെ ദേഷ്യത്തോട് ശാന്തിയുടെ അടുത്ത് വന്നു. നിങ്ങൾക്ക് തന്നെ ഭക്ഷണത്തിന് വഴിയില്ല, നിങ്ങൾ ദാനം ചെയ്യുന്നോ? നിന്റെ ഭർത്താവ് എന്റെ ഭർത്താവിന്റെ അനിയനായതുകൊണ്ടാ എന്റെ ഭർത്താവിന്റെ സമ്പാദ്യം കൊണ്ട് ഓസിയിൽ കഴിക്കാൻ സമ്മതിച്ചത്. പക്ഷെ നീയാണെങ്കിൽ വഴിയിൽ പോണ പിച്ചക്കാർക്ക് ദാനം ചെയ്യുന്നോ? നിന്റെ ഭർത്താവിന്റെ സമ്പാദ്യം ദാനം ചെയ്യേ, എന്റെ ഭർത്താവിന്റെ സമ്പാദ്യം ദാനം ചെയ്യാൻ ആര് പെർമിഷൻ തന്നു? ചേച്ചി, ആ വയസ്സായാള് 4 ദിവസമായി കഴിച്ചില്ലെന്ന്. അതുകൊണ്ടാണ് അയ്യോ പാവമെന്ന് കരുതി കുറച്ച് ഭക്ഷണം കൊടുത്തത്. അത് കൊടുക്കാൻ നീയാരാ? അതെന്താ, നീ സമ്പാദിച്ചതാണോ? അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് സമ്പാദിച്ചു കൊടുത്തതോ? അത് എന്റെ ഭർത്താവ് സമ്പാദിച്ചത്. എന്തിനാ ചേച്ചി ഇങ്ങനെ സംസാരിക്കുന്നത്? വയലിൽ വന്ന വിളച്ചിലിൽ ലാഭമില്ല ചേച്ചി. എന്നെങ്കിലും ഒരു ദിവസം ഞങ്ങൾക്ക് തീർച്ചയായും ലാഭം കിട്ടും. അവിടെ നടക്കുന്നതെല്ലാം അമ്മായിയമ്മ ശാരദ നോക്കിക്കൊണ്ടിരുന്നു. വൈകുന്നേരവും ആയി. ചന്ദ്ര വീട്ടിലേക്ക് വന്നു. അവന്റെ അമ്മ അടുത്തേക്ക് വിളിച്ചു. നാളെ ഈ വീട്ടിൽ നിന്ന് പുറത്തു പൊക്കോടാ. അവിടെ തന്നെ ഒരു കുടിലിട്ട് ജീവിച്ചോ. ഈ വീട്ടിലേക്ക് മാത്രം വരണ്ട. അങ്ങനെ പറഞ്ഞ ശാരദ അവിടുന്ന് റൂമിലേക്ക് പോയി. ചന്ദ്ര ഒന്നും മിണ്ടാതെ അവന്റെ റൂമിലേക്ക് പോയി. അമ്മ പറഞ്ഞത് ഭാര്യയോട് മാത്രം പറഞ്ഞു. അതിന് ശാന്തിയും ഒന്നും പറഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെ അവരുടെ തുണികളെല്ലാം എടുത്ത് പുറപ്പെടാൻ തയ്യാറായിരുന്നു. അപ്പോ അവിടെ വന്ന കൃഷ്ണവേണി അവരെ കണ്ടു. 2 പേരും ഇപ്പൊ എവിടെ പുറപ്പെടുക? അങ്ങനെ അവരെ നോക്കി ചോദിച്ചു. അമ്മ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു. അതാണ് ഞങ്ങൾ പോകുന്നത്. അതൊക്കെ ശരി. ഇപ്പൊ നിങ്ങൾ ഈ തുണിയൊക്കെ എവിടെ കൊണ്ടുപോവാ? ഇതെല്ലാം അമ്മായിമ്മ നിനക്ക് തന്നതല്ലേ? അതൊക്കെ ഇവിടെ വെച്ചിട്ട് പോ. നിന്റെ ആസ്തി എന്തെന്നറിയോ? ആ സ്വാമിജി തന്നില്ലേ മൺപാത്രം, അതാണ്. അതെടുത്തുകൊണ്ട് വേഗം ഇവിടുന്ന് പോ. ശാന്തി അവളുടെ ഭർത്താവിനോടൊപ്പം ആ മൺപാത്രം എടുത്തുകൊണ്ട് അവരുടെ വയലിലേക്ക് വന്നു. ആ വയലിൽ തന്നെ ഒരു ചെറിയ കുടില് കെട്ടി ജീവിച്ചുകൊണ്ടിരുന്നു. ചന്ദ്രയ്ക്ക് ഒരുപാട് വിശക്കാൻ തുടങ്ങി. തന്റെ ഭർത്താവിന്റെ അവസ്ഥ കണ്ട് ശാന്തി ഒരുപാട് വിഷമിച്ചു. അവൾ വീട്ടിലുണ്ടായിരുന്ന 2 മൺപാത്രം എടുത്തുകൊണ്ട് അടുത്തുള്ള നദിയിൽ നിന്ന് വെള്ളം പിടിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് നദിയിൽ നിന്ന് വെള്ളമെടുത്ത് അവളുടെ മനസ്സിനുള്ളിൽ ഇങ്ങനെ ആലോചിച്ചു. എന്റെ അടുത്ത് സ്വർണമോ വെള്ളിയോ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഭർത്താവ് ഇങ്ങനെ വിശപ്പിൽ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ശാന്തി ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന മൺപാത്രങ്ങൾ 2 ഒരു സ്വർണമായും ഒരു വെള്ളിയായും മാറി. അപ്പൊ ശാന്തിക്ക് ആ വൃദ്ധൻ പറഞ്ഞ വാക്കാണ് ഓർമ്മയിൽ വന്നത്. അവൾ ആ സ്വർണപാത്രത്തിൽ അവളുടെ ഭർത്താവിന് വേണ്ടി വെള്ളമെടുത്തു കൊണ്ടുവന്ന് ഭർത്താവിനോട് നടന്ന കാര്യമെല്ലാം പറഞ്ഞു. അത് കേട്ട് ശാന്തിയുടെ ഭർത്താവ് ഒരുപാട് സന്തോഷിച്ചു. എന്നാൽ എനിക്കിപ്പോൾ വേണ്ടത് സ്വർണമല്ല. ഒരുപാട് വിശക്കുന്നു. കഴിക്കാൻ ഭക്ഷണം തരൂ. അങ്ങനെ പറഞ്ഞു ചന്ദ്ര. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ പാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു വലിയ സദ്യ തന്നെ അവിടേക്ക് വന്നു. അതുവരെ പട്ടിണിയായിരുന്ന ശാന്തി ചന്ദ്ര 2 പേരും വയറ് നിറയെ ആ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് 2 പേരും അവർക്ക് എന്തൊക്കെ വേണമോ അത് ആ സ്വർണപാത്രത്തിനോട് ചോദിച്ച് അവർക്കാവശ്യമുള്ള എല്ലാം അവർ വാങ്ങി. അവർ 2 പേരും ഒരു വലിയ ബംഗ്ലാവ് പണിത് അവിടെ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നു. അവരും സന്തോഷമായിരുന്നു. അതുമാത്രമല്ലാതെ ആരൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നോ അവർക്കൊക്കെ അന്നദാനവും ചെയ്തു. കൃഷ്ണവേണിക്ക് അവൾ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായി. അവൾ അമ്മായിയമ്മയോട് പോയി അവളോട് മാപ്പ് നൽകാൻ ചോദിച്ചു. അത് കഴിഞ്ഞ് ശാന്തി അവളുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളിക്കലത്തെ കൃഷ്ണവേണിക്ക് കൊണ്ടുകൊടുത്തു. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് കാണാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.